ഹലോ ഗൈസ്, ഈ വലിയ പെരും ചൂടുള്ള സമയത്ത് നമ്മൾ വിചാരിക്കും ഒരു പച്ചപ്പ് കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടം കണ്ടിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ വെക്കേഷൻ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പ്ലാനായിരുന്നു എവിടെയെങ്കിലും ഒന്ന് പച്ചപ്പുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ച് വെള്ളച്ചാട്ടം ഒക്കെ കാണാൻ പോകാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി അങ്ങനെ വയനാട്ടിലെത്തി. ഞങ്ങൾ ആനിവേഴ്സറി വയനാട്ടിലായിരുന്നു. വയനാട്ടിൽ ഒരു ദിവസം സ്റ്റേ അടിച്ച് അങ്ങനെ ഒറ്റ മൈൻഡിൽ ഞാൻ അവളോട് ചോദിച്ചു നമുക്ക് നേരെ ഊട്ടിക്ക് വിട്ടാലോ എന്ന്. അവൾ ഓക്കെ റെഡി, ഒന്നും നോക്കിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചാട്ടി കയറി ഡ്രസ്സും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഊട്ടിക്ക് വിട്ടു. ഊട്ടിക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കാണുന്നത്. എന്തൊരു രസമാണ് ഗൈസ്. ഈ നാച്ചർ എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു ഹീലിംഗ് സംഭവമാണ്. നമുക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ ഈ നാച്ചർ ഹീൽ ചെയ്തോളും. അങ്ങനെ ഞങ്ങളിതൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ പച്ചപ്പും വെള്ളച്ചാട്ടവും പിന്നെ ചെറിയൊരു ട്രെയിനും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഒരു 2 ദിവസം ഊട്ടിയിലുണ്ടായിരുന്നു ഗൈസ്. ഈ വീഡിയോ അവസാനിക്കുന്നില്ല, ഞങ്ങൾ വീണ്ടും വരും അടുത്ത പച്ചപ്പ് വീഡിയോ ആയിട്ട്. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു തേയിലത്തോട്ടം കണ്ടത്. ആ തേയിലത്തോട്ടത്തിലൊക്കെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഒരു എന്താ പറയുക, ഒരു കാം മൊമെൻ്റാണ്. നമുക്ക് കുറേ സമയം അവിടെ ഇരിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ ഗൈസ്. ഹലോ ഗൈസ്, ഈ വലിയ പെരും ചൂടുള്ള സമയത്ത് നമ്മൾ വിചാരിക്കും ഒരു പച്ചപ്പ് കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടം കണ്ടിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ വെക്കേഷൻ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പ്ലാനായിരുന്നു എവിടെയെങ്കിലും ഒന്ന് പച്ചപ്പുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ച് വെള്ളച്ചാട്ടം ഒക്കെ കാണാൻ പോകാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി അങ്ങനെ വയനാട്ടിലെത്തി. ഞങ്ങൾ ആനിവേഴ്സറി വയനാട്ടിലായിരുന്നു. വയനാട്ടിൽ ഒരു ദിവസം സ്റ്റേ അടിച്ച് അങ്ങനെ ഒറ്റ മൈൻഡിൽ ഞാൻ അവളോട് ചോദിച്ചു നമുക്ക് നേരെ ഊട്ടിക്ക് വിട്ടാലോ എന്ന്. അവൾ ഓക്കെ റെഡി, ഒന്നും നോക്കിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചാട്ടി കയറി ഡ്രസ്സും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഊട്ടിക്ക് വിട്ടു. ഊട്ടിക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കാണുന്നത്. എന്തൊരു രസമാണ് ഗൈസ്. ഈ നാച്ചർ എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു ഹീലിംഗ് സംഭവമാണ്. നമുക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ ഈ നാച്ചർ ഹീൽ ചെയ്തോളും. അങ്ങനെ ഞങ്ങളിതൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ പച്ചപ്പും വെള്ളച്ചാട്ടവും പിന്നെ ചെറിയൊരു ട്രെയിനും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഒരു 2 ദിവസം ഊട്ടിയിലുണ്ടായിരുന്നു ഗൈസ്. ഈ വീഡിയോ അവസാനിക്കുന്നില്ല, ഞങ്ങൾ വീണ്ടും വരും അടുത്ത പച്ചപ്പ് വീഡിയോ ആയിട്ട്. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു തേയിലത്തോട്ടം കണ്ടത്. ആ തേയിലത്തോട്ടത്തിലൊക്കെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഒരു എന്താ പറയുക, ഒരു കാം മൊമെൻ്റാണ്. നമുക്ക് കുറേ സമയം അവിടെ ഇരിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ ഗൈസ്.